ആവേശം കൊടിമുടി കയറിയ പൂരപ്പറമ്പിൽ നിന്നുള്ള കാഴ്ചകളിലേക്കും ദൃശ്യങ്ങളിലേക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ എത്തുകയാണ്. നയനാനന്ദകരമായ മനസ്സിനെ ഏറ്റവും തണുപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. പൂരപ്പറമ്പിൽ പൂര കാഴ്ചകൾ നേരിട്ട് കാണാനും ആസ്വദിക്കാനും എത്തിയവരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പലവിധ സ്ക്രീനുകളിലൂടെ, ടെലിവിഷൻ സ്ക്രീനിലൂടെയും അല്ലാതെയുമൊക്കെ പൂരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഹൃദയമിടിപ്പിൻ്റെ താളമായി പൂരത്തിലെ ഈ ഇലഞ്ഞിത്തറ മേളയിലെ താളം മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ കുടമാറ്റത്തിനുള്ള സമയമാണ്. വർണ്ണാഭമായ, വിസ്മയകരമായ, കണ്ണഞ്ചിപ്പിക്കുന്ന കുടകൾ നിവർത്തി നമ്മളെ മനസ്സിനെ കുളിർമയേകുന്ന, കണ്ണുകൾക്ക് ഏറ്റവും ഇമ്പമാകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന കുടമാറ്റം ഇത്തവണ 15 മിനിറ്റായി മാത്രം ചുരുക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തൊക്കെ ഇന്ദ്രജാലങ്ങളാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് പൂരപ്രേമികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ തെക്കോട്ടിറക്കത്തിൻ്റെ സമയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് കടക്കുന്നു. അതിനുശേഷമാണ് കുടമാറ്റം സംഭവിക്കാൻ പോകുന്നത്. 15 മിനിറ്റായി കുടമാറ്റം ചുരുക്കിയിട്ടുണ്ട്. അപ്പോഴും ഏറ്റവും സർപ്രൈസ് ആകുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള വർണ്ണങ്ങൾ വാരി വിതറുന്ന കുടകൾ ഇത്തവണ നിവർത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓരോ വർഷവും ഈ കുടകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിൽ കൊണ്ടുവരേണ്ട പുതിയ രീതികൾ, പുതിയ ശൈലികൾ, അതിൽ വരുത്തേണ്ട ഓരോ പരീക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പൂരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഓരോ പൂരത്തിന് തിരശീല വീഴുമ്പോഴും അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും കടക്കുകയാണ് പതിവ്. ഇത്തവണ നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ച വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളും ചടങ്ങുകൾ മാത്രമായി ഒതുക്കുന്നു. വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നു. കുടമാറ്റം, അതിൽ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുന്ന കുടമാറ്റം 15 മിനിറ്റായി അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, നിജപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുമ്പോഴും പൂരപ്രേമികളെ സംബന്ധിച്ച് പൂരാവേശത്തിൻ്റെ കാഴ്ചകൾ ഒന്നും നഷ്ടപ്പെടാതെ അത് പൂർണ്ണമായി ആസ്വദിക്കുക എന്നതിനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ് അവിടെ നിവരാൻ പോകുന്ന വർണ്ണക്കുടങ്ങൾ, അതോടൊപ്പം തന്നെ വെഞ്ചാമരത്തിൻ്റെയും ആലവട്ടത്തിൻ്റെയും ഈ ആഡംബരപൂർവ്വം നിൽക്കുന്ന ആനകൾക്ക് മുകളിൽ വീശുമ്പോൾ അത് നൽകുന്ന ഏറ്റവും സുന്ദരമായ, അതീന്ദ്രിയമായ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. കൊടും ചൂടാണ്. കനത്ത ചൂടിലും പൂരപ്രേമികൾക്ക് അവരുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇലഞ്ഞിത്തറ മേളയിലെ ഏറ്റവും സുന്ദരമായ മണിക്കൂറുകളിൽ താളമിട്ടുകൊണ്ട് അവരോരോരുത്തരും അതിൽ അലിഞ്ഞു ചേരുന്നത് നമ്മൾ കണ്ടു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പൂരപ്രേമികൾ ഇപ്പോൾ ഈ സുന്ദരമായ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം കുടമാറ്റം ആരംഭിക്കാൻ പോകുന്നു. ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്ക് നമ്മൾ കൺതുറക്കാൻ പോകുന്നു, നമ്മൾ മിഴി തുറക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ പിന്നീടുള്ളത് കുടമാറ്റമാണ്. ഭഗവതിമാർ മുഖാമുഖം നിന്ന് അവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ രൂപങ്ങളിലുള്ള കുടകൾ അവിടെ വരാൻ പോകുന്നു. അതിലെ വ്യത്യസ്തങ്ങളായ അലുക്കുകൾ, അതുപോലെ തന്നെ തട്ടം തട്ടമായി വിവിധ നിലകളിലുള്ള കുടകൾ, അങ്ങനെ ഓരോ തവണയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചിട്ടുള്ള പല വിധത്തിലുള്ള കുടകളാണ് കുടമാറ്റ സമയത്ത് നിവർത്താറുള്ളത്. അതിനൊക്കെ തന്നെ ആവേശത്തോടുകൂടി പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പൂരപ്രേമികൾ അതിനൊപ്പം കൂടാറുണ്ട്. ആ സുന്ദരമായ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാറമേക്കാവിൻ്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പിന്നീട് പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയി ഭഗവതിയെ വണങ്ങി അവിടെ നിരന്നു നിൽക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നു. അതിനുശേഷം ആണ് കുടമാറ്റം എന്ന സുന്ദരമായ ചടങ്ങ് നടക്കാൻ പോകുന്നത്. 2 വിഭാഗം ദേവിമാരുടെ പരസ്പരം കൂടിക്കാഴ്ച കൂടിയാണ് കുടമാറ്റം എന്ന ചടങ്ങിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്നത്. മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തിക്കാണിച്ച് മത്സരിക്കുന്ന ആ കാഴ്ച ഏറ്റവും നയനാനന്ദകരമായ കാഴ്ചയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ എണ്ണി പൂരപ്രേമികൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.